റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കഴിഞ്ഞ വർഷത്തേതുപോലെയുള്ള പ്രത്യേക സാഹചര്യം ഇത്തവണ ഇല്ലാത്തതിനാൽ ആർക്കും ഇളവുണ്ടാകില്ല. ഇതോടെ മന്ത്രി കെ രാജനടക്കമുള്ള 10 പേർക്ക് അടുത്ത തവണ സീറ്റ് ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ഒരു മാറ്റത്തിൻ്റെ കാരണം കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ നോംസിലൊരു മാറ്റം വരുത്തേണ്ട കാര്യം നിങ്ങൾ കാണുന്നില്ല. CPIക്ക് എല്ലാത്തിനും വേണ്ടത്ര ആൾക്കാരുണ്ട്. എല്ലാത്തിനും മിടുമിടുക്കന്മാരും മിടുക്കുകളുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഡർ ദരിദ്രമുള്ള പാർട്ടിയല്ല. ഈ പാർട്ടിക്ക് ഏത് രംഗത്തും ചുമതല ഏൽപ്പിക്കാനും പറ്റിയ നിരവധി സഖാക്കളുണ്ട്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, CPI 2 ടേം പരമാവധി എന്ന നിബന്ധന നടപ്പിലാക്കുകയാണെങ്കിൽ 10ഓളം MLA-മാർക്ക് ഇനി മത്സരിക്കാൻ കഴിയില്ല, അല്ലേ? അരുൺ, രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്ന സമയത്താണ് CPIയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അതിന്റെ സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടറുമായി പങ്കുവെക്കുന്നത്. 2 ടേമിൽ കൂടുതൽ വിജയിച്ച ആർക്കും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം നൽകേണ്ടതില്ല എന്നതാണ് CPIയുടെ തീരുമാനം. മുമ്പ് CPI ഇത് തീരുമാനമെടുത്തതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ അത് ഉറപ്പായും നടപ്പിലാക്കുമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. 17 MLA-മാരാണ് CPIക്കുള്ളത്. ഇതിൽ വാഴൂർ സോമൻ അടുത്തിടെ അന്തരിച്ചു. പിന്നെയുള്ളത് 16 പേരാണ്. 16 പേരിൽ മന്ത്രിമാരായ GR അനിൽ, P പ്രസാദ്, J ചെഞ്ചുറാണി, CC മുകുന്ദൻ, P ബാലചന്ദ്രൻ, ഈ 5 പേരൊഴികെയുള്ള ആർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതനുസരിച്ചാണെങ്കിൽ സീറ്റ് ലഭിക്കില്ല. റവന്യൂ മന്ത്രി കെ രാജന് സീറ്റ് ലഭിക്കില്ല. CPIയുടെ നിയമസഭാ കക്ഷി നേതാവായ E ചന്ദ്രശേഖരന് സീറ്റ് ലഭിക്കില്ല. ഡെപ്യൂട്ടി സ്പീക്കറായ ചിക്കയം ഗോപകുമാറിന് സീറ്റ് ലഭിക്കില്ല. അങ്ങനെ പ്രമുഖരായ ആളുകളൊന്നും സീറ്റ് ലഭിക്കാത്ത ആളുകളിൽ ഉൾപ്പെടും. പുതുമുഖങ്ങൾക്ക് നിരവധി പേർക്ക് അവസരം ലഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് CPI പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ.